ഞാൻ നിനക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നേന്ന്? ഇതൊരു ചുഴലി ഗണ്ണാണ്. ഇത് ഉപയോഗിച്ചാൽ ഒരു വലിയ ചുഴലി തന്നെ സൃഷ്ടിക്കാം. മനസ്സിലായോ? ഇതിൽ 2 ബട്ടൺ ഉണ്ട്, റെഡ് ഗ്രീൻ. ഗ്രീൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, റെഡ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. ഇത് ശരിക്കും സൂപ്പർ അല്ലേ? ഇപ്പോഴല്ല സംഗതികൾ മനസ്സിലായത്. ഇനി ജോൺ ആയിരിക്കും ഡോൺ. മോട്ടുവിനെയും പത്തിലുവനെയും പറപ്പിക്കും ആകാശത്തിലൂടെ. എന്നെ തടയാൻ ആരുണ്ട്? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്, കവിതയുടെ കാര്യം വിട്. ചുഴലികൾ ട്രൈ ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്ക്. സാറേ, ആ ഗണ്ണെങ്ക് തന്നേ. ശരി, തരൂ എന്റെ 5 കോടി രൂപ. കാശിന്റെ കാര്യം എന്ന് ഓർത്ത് പേടിക്കണ്ട. അത് ഞാൻ കടം മേടിച്ചിട്ടാണെങ്കിലും തന്നിരിക്കും. ജോണൊരു ഊളയാണെന്ന് വിചാരിക്കരുത്. തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. ഇതാണോ തന്റെ കാശ്? ചിങ്കസാറേ, ചിങ്കസാറേ, രക്ഷിക്കണേ. ഒരു വലിയ കൊടുങ്കാറ്റ് വന്ന് ഞങ്ങളുടെ ബോസിനെ പൊക്കിക്കൊണ്ടുപോയി. എന്റെ അമ്മോ, അതേതായാലും വളരെ നന്നായി. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ആ കൊടുങ്കാട്ട് ചെയ്തിരിക്കുന്നു. ഈ ഒരു സന്ദർഭം നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഘോഷിക്കണം. എല്ലാ കള്ളന്മാർക്കും ഇതൊരു അലാറം അടിക്കുന്നത് പോലെ ആവട്ടെ. വേണ്ട ചിങ്കം സാറേ, വേണ്ട. എന്താ ചിങ്ങം സാറേ, ഞങ്ങളെ തന്നെ ഇട്ട് തല്ലുവാണോ? ഞാനൊരു സമൂസയിൽ കാര്യം സാധിച്ചു തരാം. ചായക്കട ചേട്ടാ, ഒരു സമൂസ ഇങ്ങോട്ട് എടുത്തോളൂ. ഞാൻ എന്നിട്ട് അതൊന്ന് കഴിക്കട്ടെ. ആരെയും ഇങ്ങനെ കളിയാക്കാൻ പാടില്ല. ദൈവം അവർക്ക് ശിക്ഷ കൊടുക്കും. അവർക്കുണ്ടായ അനുഭവം ഒരുപക്ഷെ നാളെ നമുക്കും ഉണ്ടായെന്ന് വരും. അതൊരിക്കലും മറക്കണ്ട. ഈ കൊടുങ്കാറ്റ് എപ്പോ ഇവിടുത്തെ? യോ, എന്റെ സമൂസ. ഇതെന്തുവാ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, പക്ഷെ ശരിക്കും ചുഴലിക്കാറ്റ് വന്നല്ലോ. സത്യമാണ്, നമ്മൾ ആരടുത്തും തമാശ പോലും പറയാൻ പാടില്ല. ഇന്നാ പിടിച്ചോ. പെട്ടെന്ന് നഗരത്തിൽ ചുഴലിക്കാറ്റുണ്ടായതിന്റെ കാരണം ആർക്കും തന്നെ അറിയില്ല. ജോണിന്റെ അസിസ്റ്റന്റ് നമ്പർ 1 നമ്പർ 2 പറയുന്നത് മോട്ടു പത്ലു ഞങ്ങളുടെ ബോസിനെ ബുദ്ധിമുട്ടിച്ചതിനാലാണ് ഈ ചുഴലിക്കാറ്റുണ്ടായത് എന്നാണ്. ഇപ്പൊ ഈ റിപ്പോർട്ടറിന്റെ UFOയുടെ ന്യൂസ് കൊടുക്കേണ്ട സമയമായിരിക്കുകയാണ്. ഹലോ, അങ്ങനെയോ? ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം നഗരത്തിൽ UFO ഇറങ്ങിയിട്ടുണ്ടെന്നാണ്. UFO പേടിക്കണ്ട, പേടിക്കണ്ട. ഞാനൊരു നല്ല ഏലിയനാണ്. ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കുന്നു. ഈ നഗരത്തിൽ ചുഴലിക്കാറ്റ് വരാറുണ്ടോ? അതെ അതെ, വലിയ വലിയ ചുഴലിക്കാറ്റ് വരാറുണ്ട്. താങ്കൾക്ക് എങ്ങനെ മനസ്സിലായത്? അത് ഞാൻ ചുഴലി പ്ലാനറ്റിൽ നിന്നല്ല വന്നിരിക്കുന്നത്. അവിടെ വലിയ വലിയ ചുഴലികൾ വരാറുണ്ട്. എനിക്ക് അവിടെ ഇൻഫർമേഷൻ കിട്ടി. അവിടുന്ന് ഒരു വലിയ ചുഴലി ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെന്ന്. അതിന് ഇവിടെ ഒരു കൊടുങ്കാറ്റല്ലല്ലോ, അനേകം കൊടുങ്കാറ്റല്ലേ വരുന്നത്. അല്ല, ഒന്ന് മാത്രമേ വന്നു കാണത്തുള്ളൂ. അതിനെ ആരോ കളിയാക്കിന്ന് തോന്നുന്നു. ചുഴലികൾക്കും ജീവനുണ്ട്. അവരെ ആരെങ്കിലും കളിയാക്കിയാൽ അവര് മൾട്ടിപ്ലൈ ആകും. ഞങ്ങളുടെ ബോസിനെ മോട്ടും പത്തിലും കളിയാക്കി. അങ്ങനെയാണ് കൊടുങ്കാറ്റുണ്ടായത്. ദാണ്ട് നിൽക്കുന്നു മോട്ടും പത്തിലും. നോക്കൂ. ആരാണ് കളിയാക്കിയത്? അവര് വലിയൊരു തെറ്റാണ് ചെയ്തത്. അയാള് കാരണം ഈ നഗരം തന്നെയാണ് കഷ്ടപ്പെടുന്നത്. ആദ്യം അയാളെ നഗരത്തിൽ നിന്ന് പുറത്തിറക്ക്, അല്ലെങ്കിൽ ഈ ചുഴലി നിൽക്കില്ല. ഓടിപ്പോയി. ഇനി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങളെ വിഷമിക്കണ്ട, ഞാൻ ചുഴലി നിർത്താനുള്ള ഏർപ്പാട് ചെയ്യാം. നമുക്ക് ചുഴലി വരുന്നിടം വരെ കാത്തിരിക്കേണ്ടി വരും.
പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ തടയാൻ ചുഴലിയെ. തൽക്കാലം നിങ്ങൾ എന്തെങ്കിലും കച്ചിത്തുമ്പേ കയറി പിടിക്ക്. ആ, ആ, ഓ, ഓ. ദേ, ഇപ്പൊ ചുഴലി പോയില്ലേ? താങ്ക് യു. താങ്കൾക്ക് മുഴുവൻ നഗരത്തെ ചുഴലിയെ തടയാലോ? ശരി ശരി, ഞാൻ മുഴുവൻ നഗരത്തെ ചുഴലിയെ തടയാം. നിങ്ങൾ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. അതെ അതെ, ഞാൻ വരിക. ആ കൂട്ടുകാരെ, എനിക്ക് എന്റെ പ്ലാനറ്റിലേക്ക് ഇപ്പൊ തിരിച്ചു പോണം. കാരണം അവിടെയും ചുഴലി വന്നു തുടങ്ങി. അവിടെ എന്റെ ആവശ്യമുണ്ട്. ഓഹോ, എനിക്ക് അവിടെ തിരിച്ചു പോകാൻ സാധിക്കില്ല. കാരണം എന്റെ UFOയുടെ ഫ്യൂവൽ തീർന്നു പോയി. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? താങ്കൾ വിഷമിക്കാതെ, പെട്രോൾ, ഡീസൽ, കെറോസിൻ എത്ര ഫ്യൂല് വേണേലും ഞങ്ങൾ തരാം. അതേന്ന്. വേണ്ട വേണ്ട വേണ്ട, ഇതില് പെട്രോളും ഡീസലും ഒന്നുമല്ല ഒഴിക്കേണ്ടത്. ഇതില് 24 കാരറ്റ് സ്വർണം ഉരുക്കിയാണ് ഒഴിക്കേണ്ടത്. അത് നിങ്ങളുടെ പ്ലാനറ്റിൽ ഉണ്ടാവില്ലല്ലോ. ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ ഈ ഫുർഫുരി നഗരത്തിൽ കുറെ അധികം സ്വർണ്ണമുണ്ട്. ഇപ്പൊ പറ, എത്ര വേണം നിങ്ങൾക്ക്? ഞങ്ങൾ അതിനുള്ള ഏർപ്പാട് ചെയ്യാം. എങ്കിൽ ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വർണം ഉരുക്കി എന്റെ UFO അങ്ങ് റീഫിൽ ചെയ്തേക്ക്. ഞാൻ മോളിൽ പോയിട്ട് ചുഴലി അങ്ങ് നിർത്തട്ടെ. പിന്നെ ഞാൻ തിരിച്ചു വന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്വർണം തിരിച്ചു തന്നേക്കാം. സഹോദരന്മാരെ, എനിക്കൊരു ചെറിയ തോന്നല്, മോട്ടുവും പത്തലും ഇവിടെ എവിടെയൊക്കെയോ തന്നെ ഉണ്ടെന്ന്. അവരല്ലേ ചുഴലിയെ കളിയാക്കിയത്. നിങ്ങൾ അവരെ ഒന്ന് തേട്. ഞങ്ങൾ ഏലിയൻസ് അല്ലേ, ഞങ്ങൾക്കെല്ലാം മനസ്സിലാവാറുണ്ട്. പിടിക്ക് ദോ നിൽക്കുന്നു മോട്ടുവും പത്തലും. പിടിക്കാമാരെ. ഇത്രയും നേരം ഓടിച്ചു വിട്ടത് പോയില്ലേ? ഇവിടെ നിൽക്കുകയായിരുന്നോ? പിടിക്കാവരെ. ഇന്നാ പിടി. ഇനിയും കൊണ്ടുപോവാ. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇങ്ങനെ ഒരു ഏലിയനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്ക് തോന്നുന്നത് അവനൊരു ഫ്രോഡാണെന്നാണ്. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇത് പിടിക്ക്. ഇതാണ് സ്റ്റിക്കർ ഷൂസ്. ഇത് ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചുഴലിക്കാറ്റിനകത്തുകൂടെയും സഞ്ചരിക്കാൻ പറ്റും. ചുഴലിക്കാറ്റിന് ഒന്നും ചെയ്യാനാവില്ല. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ ഷൂ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളൂന്നേ. ഈ കാണുന്ന ബട്ടൺ ഉണ്ടല്ലോ, ഇതിലൊന്ന് അമർത്തിയാൽ മാത്രം മതി. ഈ ഏലിയൻ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇത് കുറച്ച് നീളം കുറഞ്ഞ, തടിച്ച, ഉരുണ്ട ഈ ഏലിയൻ ജോണിന്റെ ഒരു ചെറിയ ചായ തോന്നുന്നില്ലേ? വരൂ പോയി നോക്കാം. ഇതെന്തായി ചെയ്യുന്നത് നിങ്ങളൊക്കെ? മുഴുവൻ സ്വർണവും നിങ്ങൾ അവന് കൊടുക്കുവാണോ? ഒരുപക്ഷെ അവൻ തിരിച്ചു വന്നില്ലെങ്കിലോ? പറ. അത് ശരി, താൻ പിന്നെ വന്നാ. ഞങ്ങൾക്ക് ചുഴലി തടയണം. അടിക്ക് ഇവരെ തല്ലി ഓടിക്ക്. ഇയാളിപ്പോ വന്നല്ലോ, ഇനി ചുഴലി തീർച്ചയായിട്ടും വരും. ഇയാൾ എവിടെ പോയാലും അവിടെയൊക്കെ ചുഴലി തീർച്ചയായിട്ടും വരും. ഇവരെന്താ പറന്നു പോകാത്തത്? തീർച്ചയായിട്ടും ഡോക്ടർ ജട്കയുടെ കയ്യിൽ നിന്ന് ഏതോ ഒരു ഗാഡ്ജറ്റ് എടുത്തോണ്ട് വന്നിട്ടുണ്ടാവും. കിട്ടിയ സ്വർണം കൊണ്ട് മുങ്ങുന്നതാണ് ബുദ്ധി. അതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുക. ഏലിയൻ ചേട്ടാ, നിൽക്കൂ. ഇനിയിപ്പം നിങ്ങളെ ഫുർഫുറി നഗരത്തിൽ വെച്ച് സ്വാഗതം ചെയ്തോളാം. ഇന്നാ പിടിക്ക്. എന്റെ പൊന്നു പോട്ടു, എന്നെ തല്ലല്ലേ. ഞാൻ ജോണാണ്. പോട്ടു വേണ്ട. ഏലിയൻ ആയതല്ലേ നീ? എന്നാ ചെല്ല്, എന്നിട്ട് സ്പേസിൽ പോയി താമസിക്കേ. ചെല്ല്. ഓട്ടുപത്തിലു, ഈ ഏലിയന്റെ സകല വസ്ത്രങ്ങളും ഇപ്പൊ ഇവിടെയല്ലേ? മാസ്കും ഇല്ല. നോക്കൂ. അതെ, അതിനത് ഏലിയനും പീലിയനും ഒന്നും അല്ല. അത് നമ്മുടെ ജോണാണ്. അവൻ നിങ്ങളെയൊക്കെ പൊട്ടനാക്കാൻ നോക്കിയതല്ലേ? അവന്റെ സിൽബന്തികൾ ഇവിടെ ഉണ്ട്.
നമ്പർ 1 നമ്പർ 2 എവിടെയാണ്? ഞങ്ങൾ ഇവിടെയുണ്ട്. ചെല്ല്, ചെന്ന് നിങ്ങളുടെ ബോസിന് കമ്പനി കൊടുക്ക്. ചെല്ല്. എന്റെ മുന്നേ ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് എന്ത് ചെയ്യാനാ? മോട്ടു ലെവന്മാരെ കൂടി ഒന്നിക്കൊണ്ട് വിടണേ. ഞങ്ങൾ ഇവിടെ വന്നു ബോസ്. അതെ, വരൂ വരൂ. എല്ലാവരും അവരവരുടെ സ്വർണങ്ങൾ എടുത്തോളൂ. വന്നെടുത്തോളൂ. എന്റെ അമ്മോ, താങ്ക് യു മോട്ടു പത്ലു. നിങ്ങൾ എല്ലാവരും രക്ഷിച്ചു. ഇവരുടെയൊക്കെ സ്വർണം ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു കൊടുക്കാം. പക്ഷെ അതിന് മുമ്പ് 21 പ്രാവശ്യം ഞാൻ ആകാശത്തിലേക്ക് വെടിവെച്ച് നിങ്ങളെ ബഹുമാനിക്കാൻ പോവാണ്. വേണ്ട ചിങ്കം സാറേ, അരുത്. എന്റെ അമ്മോ, ഓടിക്കോ. Watch India's largest kids library only on Jio Hotstar. Download the app now.